യാത്രകൾ പോയിട്ടുള്ളവർക്കും പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. യാത്രകളെ ഇഷ്ടപ്പെടുന്നവർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുറേ യാത്രകളൊക്കെ പോയിട്ടുണ്ടാകും, കുറേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയും എന്നാൽ ഒറ്റയ്ക്കും നമ്മൾ ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് യാത്രകളൊക്കെ പോകാറുണ്ട്. മുതിർന്ന ആൾക്കാർക്കും ഈ ഒരു യാത്രയോട് നല്ല രീതിയിൽ ഇഷ്ടമുള്ളതാണ്. എങ്കിലും ഈ ഒരു യാത്രകളൊക്കെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ യാത്രകളും നമുക്ക് തരുന്ന ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. യാത്രകൾ പോകുന്നു, പല പല ആൾക്കാരെ പരിചയപ്പെടുന്നു, പുതിയ ഓരോ സ്ഥലങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നതിനപ്പുറത്ത് ഓരോ യാത്രയും നമുക്ക് തരുന്ന കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു മനസ്സിനായിക്കോട്ടെ ശരീരത്തിനായിക്കോട്ടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരും ഓരോ യാത്രയ്ക്കും. ഒരു യാത്രയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കില്ല അടുത്തൊരു യാത്രയിൽ പോകുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പോയി ഫീൽ ചെയ്തു, എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയതെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. സോ ഓരോ യാത്രയിലും നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള 8 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം നമുക്ക് പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഓരോ യാത്രയും നമ്മൾ പോകുന്നത് ചിലപ്പോൾ ആ ഒരു ജോലിയിൽ നിന്നുള്ള ആ ഒരു സ്ട്രെസ്സ്, മറ്റു കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമുക്കായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണമാണ് നമുക്കൊന്ന് യാത്ര പോകാം, മൈൻഡ് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാം എന്ന ഒരു തോട്ട് വരുന്നത്. തീർച്ചയായിട്ടും യാത്രകൾ മൈൻഡ് റിഫ്രഷ് തരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് യാത്ര പോയവർക്ക് തന്നെ അറിയായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ചിന്താഗതിയിലുള്ള ആ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. പല പല ആളുകളെ കണ്ടുമുട്ടുന്നു, പല പല സംസ്കാരം, പല പല സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ ഒരു സംസ്കാരം ഡിഫറെൻ്റ് തന്നെയായിരിക്കും. സോ അത് നമ്മളുടെ ചിന്തകൾക്ക് ആ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരും, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളും കൊണ്ടുവരാനായിട്ട് നല്ല രീതിയിൽ യാത്രകൾക്ക് സാധിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ളൊരു ഫീലും സന്തോഷവും നമ്മുടെ ഓരോ യാത്രയ്ക്കും കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും യാത്രകൾ പോയവർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, പോകാൻ ആഗ്രഹിക്കുന്നവർ ഇത് പോകുമ്പോൾ ഒന്ന് ഫീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ആ ഒരു സന്തോഷം ഓരോ സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് ആ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് തന്നെയാണ്. ഓരോ യാത്രകളിലും നമുക്ക് ബീച്ച് ആയിക്കോട്ടെ, മൗണ്ടെയിൻസ് ആയിക്കോട്ടെ, ഇനി അതൊന്നുമല്ല വിശാലമായൊരു പാടത്ത് പോയാലും നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് ഓരോ യാത്രകളിലും ഡിഫറെൻ്റ് ആയിരിക്കും. ബീച്ചിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലായിരിക്കില്ല ഒരു പാടത്ത് പോകുമ്പോൾ, പാടത്തിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലായിരിക്കില്ല ഒരു മലമുകളിൽ പോകുമ്പോൾ. അപ്പോൾ ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ ഓരോ യാത്രകളിലും പോയി തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഓരോ യാത്രകളിലും നമ്മുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രെയിൻ സ്റ്റിമുലേറ്റഡ് ആകും. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും ബ്രെയിൻ എന്ത് ചെയ്യും, ആ സംഭവങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് അവിടെ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാവുകയും നമ്മുടെ ആ ഒരു ഇമാജിനേഷൻ ലെവൽ ഒന്നുകൂടെ വർദ്ധിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. അതാണ് ക്രിയേറ്റിവിറ്റി സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവർക്കും ഒരു രീതിയിലുള്ള ക്രിയേറ്റീവ് സൈഡ് ഉണ്ട്, പക്ഷേ നമ്മൾ അങ്ങനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറില്ല. അതുകൊണ്ടായിരിക്കും മേ ബി എനിക്കങ്ങനെ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് തോന്നുന്നത്. ഒരു സ്ഥലത്ത് പോകുമ്പോൾ ചില എഴുതാൻ കഴിവുള്ളവർ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് ആ ഒരു ബ്രെയിൻ സ്റ്റിമുലേഷൻ കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറിക്കാനായിട്ട് തോന്നും. ഇനി വരയ്ക്കാൻ കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ആ ഒരു അവിടുന്ന് കിട്ടിയ എന്തെങ്കിലുമൊക്കെ ആ ഒരു മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ വേഗം തന്നെ പേപ്പറിലേക്ക് പകർത്തി ഓർമ്മകളായി സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. ഇനി പാട്ട് പാടാൻ കഴിവുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ പല പല പാട്ടുകൾ ഓർമ്മ വരും, നമുക്കതൊക്കെ പാടാനായിട്ടും. ആ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആ കിട്ടിയ പാട്ട് ചിലപ്പോൾ നമ്മൾ എഴുതി വെക്കും, ഇന്ന സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് ഈ ഒരു പാട്ടാണ് ഓർമ്മ വന്നത് എന്ന് പറഞ്ഞ് നമുക്ക് കുറിക്കാനും സാധിക്കും. അപ്പോൾ അതാണ് ആ ഒരു ക്രിയേറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്രിയേറ്റിവിറ്റിക്ക് ആ ഒരു ഉണർവ് ഉണ്ടാവില്ല. അപ്പോൾ പല യാത്രകളും പോയി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ക്രിയേറ്റീവ് സൈഡ് എന്ത് ചെയ്യും, സ്റ്റിമുലേറ്റഡ് ആകും. അതാണ് ക്രിയേറ്റിവിറ്റി ഓൺ ആകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സോഷ്യൽ സ്കില്ല് മെച്ചപ്പെടാനായിട്ട് പല യാത്രകളിലും സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. എങ്ങനെയാണ്, നമ്മളൊരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ പുതിയ ആൾക്കാരുമായിട്ട് സംസാരിക്കും,
ഭാഷ ചിലപ്പോൾ ഭാഷ വ്യത്യസ്തമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുമല്ലോ, എനിക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ മറ്റൊരാളോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സ്കില്ലുണ്ട് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവും അല്ലേ. എന്നും കാണുന്ന ആൾക്കാരോട് സംസാരിക്കുന്നതും പുതിയ സ്ഥലത്ത് പോയിട്ട് പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുക, അവരോട് സംസാരിക്കുക, പുതിയ ഭാഷകൾ മനസ്സിലാക്കുക, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അതാണ് സോഷ്യൽ സ്കില്ല്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷനും സോഷ്യൽ സ്കില്ലും അവിടെ മെച്ചപ്പെടാനായിട്ട് പല യാത്രകൾക്കും സാധിക്കും. അടുത്തതെന്ന് പറയുന്നത് ആത്മവിശ്വാസം. ഈ ഒരു എന്താ പറയുക, നമ്മൾ സോഷ്യൽ സ്കില്ല് കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം, നമ്മളിലുള്ള ആ ഒരു വിശ്വാസം നമ്മൾക്ക് കൂടുതലായിട്ട് തോന്നും അല്ലേ. എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും, ഇപ്പോൾ എനിക്കും കഴിവുള്ള ഒരാളാണ്. നമ്മൾ വീട്ടിലൊക്കെ ഇരുന്നിട്ട് പഠിക്കാനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്യുമ്പോൾ എനിക്കിത് പറ്റുന്നില്ല, ഞാൻ കഴിവില്ലാത്ത ഒരാളാണ് എന്നൊരു ചിന്തയ്ക്ക് ചിലപ്പോൾ ഒരു യാത്രയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒറ്റയ്ക്ക് പോവുക അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റ് ഗ്രൂപ്പിന് ഗൈഡായിട്ട് കൊണ്ടുപോവുക ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു എന്താ പറയുക, ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ സ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളെ തന്നെ ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഓരോ യാത്രകളിലും നമുക്ക് ആ ഒരു സ്വയം തിരിച്ചറിവ് കിട്ടുന്ന പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാകും. പ്രസൻറ്റ് മൊമെൻറ്റ്, നമ്മൾ ആയിരിക്കുന്ന ആ ഒരു സമയം എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ യാത്രകളിലും അങ്ങനെ ശ്രമിക്കുന്നവർക്ക് ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു സ്ഥലത്ത് പോയി അത് ആസ്വദിക്കുക, അപ്പോൾ ആ ഒരു മൊമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആസ്വദിക്കുന്നു എന്നാണ് അർത്ഥം. പക്ഷേ അവിടെ പോയിട്ട് വീണ്ടും ജോലി അല്ലെങ്കിൽ ആ ഒരു ചിന്തകൾ, മറ്റു ചിന്തകളാണെന്നുണ്ടെങ്കിൽ ഒരു യാത്രകൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല, വേസ്റ്റ് ആയിരിക്കും. നമ്മൾ പോയത് കൊണ്ട് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള ആ ഒരു മൊമെൻറ്റ് നമ്മൾ എൻജോയ് ചെയ്യുന്നതാണ് ഓരോ യാത്രയുടെയും ആ ഒരു മനോഹാരിത എന്ന് പറയുന്നത്. പല പല കവിതകളും കഥകളും ഒക്കെ ഈ ചില യാത്രകളിലൊക്കെയാണ് പൊട്ടി മുളച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ചില ബുക്കുകളിലൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും. ട്രെയിൻ യാത്രകൾ, ബസ് യാത്രകൾ, ഇതൊന്നും വേണ്ട, ചില സ്ഥലങ്ങളിൽ ആ ഒരു എക്സ്പീരിയൻസ്, ഇതൊക്കെ കൊണ്ടാണ് ഒരുപാട് എഴുത്തുകാർ കുറേ നമുക്കായിട്ട് എഴുതി വെച്ചിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ചില യാത്രകളിലൂടെ തന്നെയാണ് അവർക്കത് കിട്ടിയിട്ടുള്ളത്. സോ അവർ ആ ഒരു പ്രസൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്തു, അത് ഉൾക്കൊണ്ട് എഴുതി എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾക്കും ആ ഒരു പ്രസൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റ് എൻജോയ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ജീവിതത്തെ കൂടുതൽ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓരോ യാത്രകളും നമ്മൾക്ക് തരുന്നത് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമാണ് എന്ന ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിയുന്നു ഓരോ യാത്രകളിലൂടെ. പല പല ആൾക്കാരെ കണ്ടുമുട്ടുന്നു, പല പല സംസ്കാരം അല്ലെങ്കിൽ പല പല ജീവിത രീതിയൊക്കെ കാണുമ്പോൾ നമ്മുടെ ജീവിതം എത്ര മനോഹരമാണ്, നമുക്ക് എന്തൊക്കെ ആണ് കിട്ടിയിട്ടുള്ളത് എന്നതിനെ ഓർത്തിട്ട് നമ്മൾ സന്തോഷിക്കും. തന്നെയാണ് ഓരോ യാത്രയിലും നമ്മൾക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നത്. സോ യാത്രകൾ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും വീണ്ടും പല പല സ്ഥലങ്ങളിൽ പോകാനും പോയ സ്ഥലത്ത് ഒന്നുകൂടെ പോകാനും നമ്മൾക്ക് സാധിക്കണം. ഓരോ യാത്രകളും ഡിഫറെൻ്റ് ആണ്, നമ്മൾ വിചാരിക്കുന്നതല്ല. ഓരോ യാത്രകളും നമുക്ക് തരുന്ന ആ ഒരു അനുഭൂതി എന്ന് പറയുന്നത് വ്യത്യസ്തം തന്നെയാണ്. നമ്മൾ ആ ഒരു ആയിരിക്കുന്ന ആ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്ത് നമ്മൾ സന്തോഷം തരുന്ന എല്ലാവരുടെയും കൂടെ ചേർന്ന് കുറച്ച് നേരം പല പല യാത്രകൾ പോവുക. ജീവിതം ആസ്വദിക്കാനായിട്ട് ഈ ഒരു തിരക്കുള്ള ആ ഒരു സാഹചര്യത്തിലും നമുക്ക് ജീവിതം ആസ്വദിക്കാൻ കഴിയണം. ആ ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിലൊരു കുറവ് തീർച്ചയായിട്ടും കണ്ടെത്താനായിട്ട് സാധിക്കും. മൈൻഡ് റിഫ്രഷ് ആകും. ശരീരം പോലെ തന്നെയാണ് നമുക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, മൈൻഡ് എന്ന് പറയുന്നത്. സോ യാത്രകളിലൂടെ നമുക്ക് ആ ഒരു ഓവറോൾ കിട്ടുന്നതെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ആ ഒരു പോസിറ്റീവ് ചേഞ്ചസും സന്തോഷവും അതുപോലെ നല്ല നല്ല ഓർമ്മകളും നല്ല നല്ല ആളുകളെ പരിചയപ്പെടാനും പല പല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ ജീവിതം മനസ്സിലാക്കാനും ഒക്കെ തന്നെ സാധിക്കും. അപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അടുത്ത യാത്രയിലേക്ക് പോകാനായിട്ട് വീണ്ടും ശ്രമിക്കുക. ഒരു യാത്ര കൊണ്ട് അവസാനിപ്പിക്കാണ്ട് പല പല യാത്രകളിലൂടെ നമ്മുടെ ഈ ഒരു കൊച്ചു ജീവിതം ആസ്വദിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും ഒക്കെ സാധിക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്